Hi students, welcome to a new class. Today we are going to discuss about management orientation of overseas business or international business. In the process of internationalization, certain business firms follows certain type of attitudes or orientation for the successive stage in the evolution of international operation. ഓരോ കമ്പനികൾ ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ബിസിനസ്സിനെ ഇൻ്റർനാഷണലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഓറിയൻറ്റേഷൻസ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഫോർ ദ പർപ്പസ് ഓഫ് സക്സസ്ഫുൾ ഇൻ്റർനാഷണലൈസേഷൻ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻ്റർനാഷണലൈസേഷന് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ചെയ്യുന്നത്. വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഓറിയൻറ്റേഷൻ ഒരു ഫേമിനെ ഇൻ്റർനാഷണലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻ ദി ഇവൻറ്റ് ഓഫ് ഇൻ്റർനാഷണലൈസേഷൻ ഓഫ് എ ബിസിനസ് firms are follow some attitudes or some orientation for successful internationalization. Management orientations are different marketing concepts that focus on various techniques to create, produce and market product to consumers. മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളാണ്. ദാറ്റ് ഫോക്കസ് ഓൺ വേരിയസ് ടെക്നിക്സ്. അത് ഊന്നൽ നൽകുന്ന എവിടെയാണ്? വേരിയസ് ടെക്നിക്ക്, വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കുകളിലേക്കാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ്, പ്രൊഡ്യൂസ് ആൻഡ് മാർക്കറ്റ് പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സിന് ഉപഭോക്താക്കൾക്ക് എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങളെ ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ മാർക്കറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ടെക്നിക്കുകളിൽ ഊന്നൽ നൽകിയിട്ടുള്ള മാർക്കറ്റിംഗ് കൺസെപ്റ്റുകളാണ് ഇത് മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മാനേജ്മെൻറ്റ് യൂഷ്വലി ഫോക്കസ് ഓൺ ഡിസൈഡിങ് സ്ട്രാറ്റജീസ് ദാറ്റ് വിൽ ബിൽഡ് പ്രോഫിറ്റബിൾ റിലേഷൻഷിപ്പ് വിത്ത് ടാർഗറ്റ് കസ്റ്റമേഴ്സ്. ഫോർ ദിസ് പർപ്പസ് an analysis provided by the Douglas Wendt and Perlmutter within the framework of the modified EPRG scheme. EPRG scheme is the orientation scheme in international business. EPRG. We can expand the EPRG like ethnocentric, polycentric, regiocentric, geocentric. Okay, in detail we are going to discuss the management orientation of overseas business in this class. There are four type of orientation. In international business. There are four type of management orientation in international business. That is called EPRG scheme. E for ethnocentric approach. That is called home country orientation. Second one, polycentric approach. That is host country orientation. Third one, regiocentric approach, regional orientation. And the last one, geocentric approach, that is world orientation. So management orientation of overseas business classified into four category. നാലെണ്ണമായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. എത്നോസെൻട്രിക്, polycentric, regiocentric and geocentric. These stages are assumed to reflect the goals and philosophies of the company insofar as the international operations are concerned and lead to different management strategies and planning procedures for international operation. ഒരു കമ്പനിയുടെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഓറിയൻറ്റേഷൻസ് ഉപയോഗിക്കുന്നത്. ഓരോ ഓറിയൻറ്റേഷൻസിനും അതിൻ്റേതായ ഫിലോസഫീസും ഗോൾസും ഒക്കെയുണ്ട്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ഈച്ച് അതർ. ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വ്യത്യസ്തമായിട്ടുള്ള മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസും പ്ലാനിങ് പ്രൊസീജിയേഴ്സുമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കമ്പനീസ് ഓരോ ഓറിയൻറ്റേഷനിലും എന്ത് ചെയ്യുന്നത്? ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. EPRGയുടെ ഫ്രെയിംവർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്നോസെൻട്രിക്, പോളിസെൻട്രിക്, റീജിയോസെൻട്രിക്, ജിയോസെൻട്രിക്.
എത്തിനോസെൻട്രിക്കിൽ കൊടുത്തിട്ടുള്ള കാര്യം എന്താണ്? ഡു നോട്ട് അഡാപ്റ്റ് ദെയർ പ്രൊഡക്റ്റ് ടു ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി അതർ കൺട്രീസ് വേർ ദേ ഹാവ് ഓപ്പറേഷൻ. ഡു നോട്ട് അഡാപ്റ്റ് ദെയർ പ്രൊഡക്റ്റ് ടു ദ നീഡ്സ് ഓഫ് വാണ്ട്സ് ഓഫ് അതർ കൺട്രി. മറ്റുള്ള രാജ്യങ്ങളുടെ ആളുകളുടെ ആവശ്യങ്ങളെ എന്ത് ചെയ്യുന്ന പരിഗണിക്കുന്നില്ല. ഓക്കെ, മറ്റുള്ള രാജ്യങ്ങളിൽ അവിടേക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന എവിടെയാണ്? സ്വന്തം രാജ്യത്തിനാണ്, ഹോം കൺട്രിക്കാണ്. ഹോസ്റ്റ് കൺട്രിക്ക്, ഹോസ്റ്റ് കൺട്രി എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്റ്റ് ചെയ്യാൻ ആതിഥ്യം വഹിക്കുക എന്നുള്ളതാണ് അല്ലേ. ഹോം കൺട്രി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം, നമ്മുടെ ബിസിനസ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഹോം കൺട്രി. ഹോസ്റ്റ് കൺട്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബിസിനസ് എവിടെയാണോ അതിൻ്റെ വ്യാപിപ്പിച്ചിട്ടുള്ളത്, ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആതിഥ്യം വഹിച്ചിട്ടുള്ളത് മറ്റേത് രാജ്യത്താണോ അത്. ഇന്ത്യയിലുള്ള ഒരു കമ്പനി സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയാണ് ഹോം കൺട്രി, സൗത്ത് ആഫ്രിക്കയാണെന്ത്? ഹോസ്റ്റ് കൺട്രി എന്നുള്ളത്. സോ എത്തിനോസെൻട്രിക്കിൽ പറയുന്ന എന്താണ്? മറ്റ് കൺട്രീസിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഒന്നും പരിഗണിക്കുന്നില്ല. സുപ്പീരിയോറിറ്റി ഇൻ ദി നീഡ്സ് ഓഫ് ഹോം കൺട്രി. ഹോം കൺട്രിയുടെ കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ഇത് വരുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് പോളിസെൻട്രിക് എന്നുള്ളത്. ഈക്വൽ ഇമ്പോർട്ടൻസ് ടു എവറി കൺട്രീസ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഓരോ രാജ്യത്തെയും പ്രാദേശിക മാർക്കറ്റിന് തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ഇത്. ബിലീവ് ഇൻ യുണീക്നെസ് ഓഫ് എവറി മാർക്കറ്റ്. ഓരോ മാർക്കറ്റിൻ്റെയും പ്രത്യേക സ്വഭാവ സവിശേഷതകളിൽ വിശ്വസിക്കുന്നവരാണ് പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ ഫോളോ ചെയ്യുന്നവർ. ആൻഡ് ദി തേർഡ് വൺ, റീജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ. Economic culture or political similarity among the regions are considered. എക്കണോമിക്കലായിട്ടോ അല്ലെങ്കിൽ കൾച്ചറലായിട്ടോ പൊളിറ്റിക്കലായിട്ടോ ഒക്കെയുള്ള സിമിലാരിറ്റി, സാമ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഓറിയൻറ്റേഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ്സിന് ഓറിയൻറ്റേഷൻ ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ജിയോസെൻട്രിക്. The main idea is to target global consumers who have similar taste, to borrow from every country what is best. അതാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ ഒരു ഗ്ലോബൽ കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ പരിഗണിക്കുന്നത്. എൻറ്റയർ വേൾഡ് ആസ് എ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. ലോകത്തെ ഒട്ടാകെ ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റായിട്ട് പരിഗണിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് എത്തിനോസെൻട്രിക് അപ്രോച്ച്. In the ethnocentric approach, overseas operations are viewed as secondary to domestic operation. എത്തിനോസെൻട്രിക് അപ്രോച്ചിൽ ഓവർസീസ് ഓപ്പറേഷൻ, വിദേശ വ്യാപാരം, വിദേശ പ്രവർത്തനങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു? സെക്കൻഡറി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. ടു ഡൊമസ്റ്റിക് ഓപ്പറേഷൻ, പ്രാദേശിക പ്രവർത്തനങ്ങളുമായി, ഒരു സ്ഥാപനത്തിൻ്റെ പ്രാദേശിക പ്രവർത്തനങ്ങളുമായി, ഡൊമസ്റ്റിക് പെർഫോമൻസുമായിട്ട് പരിഗണിക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് ഓപ്പറേഷൻസിനാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഓവർസീസ് ഓപ്പറേഷൻസ് എന്താണ്? സെക്കൻഡറി ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് പ്രൈമർലി ആസ് എ മീൻസ് ഓഫ് ഡിസ്പോസിങ് ഓഫ് സർപ്ലസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. പ്രാദേശികമായി ഉണ്ടാകുന്ന ഉൽപ്പാദനം, ഇപ്പോൾ ഇന്ത്യ എടുക്കുക, ഇന്ത്യയിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നം സർപ്ലസ് ആണ് എങ്കിൽ, കൂടുതലാണ് എങ്കിൽ, ആവശ്യത്തിലും അധികമാണ് എങ്കിൽ, ദാറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ടു അതർ കൺട്രി. അതെന്ത് ചെയ്യുന്നു? മറ്റ് രാജ്യങ്ങളിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നു. ആ ഒരു രീതിയാണ് ഇവിടെ. ആദ്യം പ്രാധാന്യം എവിടെയാണ്? സുപ്പീരിയോറിറ്റി എവിടെയാണുള്ളത്? ഹോം കൺട്രിക്കാണ്. ഹോസ്റ്റ് കൺട്രിക്ക് പ്രാധാന്യമില്ല. ദ ടോപ്പ് മാനേജ്മെൻറ്റ് വ്യൂസ് ഡൊമസ്റ്റിക് ടെക്നിക് ആൻഡ് പേഴ്സണൽ ആസ് സുപ്പീരിയർ ടു ഫോറിൻ ആൻഡ് ഓൾസോ ആസ് മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ഓവർസീസ് മാർക്കറ്റ്. Plans for overseas market are developed in the home office utilizing policies and procedures identical to those employed in the domestic market. ഇവിടെ ഹോം കൺട്രിയിലുള്ള ഡൊമസ്റ്റിക് മാർക്കറ്റിനും ഫോറിൻ മാർക്കറ്റിനുമുള്ള പോളിസീസ്, നയങ്ങൾ, മാർക്കറ്റിംഗ് പ്ലാൻസൊക്കെ ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്, ഒരേപോലെയാണ് സെറ്റ് ചെയ്യുന്നത്. സോ എന്താണ്? അത് ഒരിക്കലും സാധ്യമല്ല. കാരണം കൾച്ചറിൻ്റെ ബേസിലും എക്കണോമിക്സിൻ്റെ ബേസിലും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൻ്റെ ബേസിലും ഫോറിൻ കൺട്രി എപ്പോഴും ഡിഫർ ആയിരിക്കും, വ്യത്യാസമുണ്ടായിരിക്കും. സോ ഐഡൻറ്റിക്കലായിട്ട് പോളിസീസ് സെറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഗുണകരമാവില്ല എന്നുള്ളതാണ്. ഓവർസീസ് മാർക്കറ്റിംഗ് ഈസ് ദ മോസ്റ്റ് കോമൺലി അഡ്മിനിസ്ട്രേഡ് ബൈ ആൻ എക്സ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻ്റർനാഷണൽ ഡിവിഷൻ ആൻഡ് ദ മാർക്കറ്റിംഗ് പേഴ്സണൽ ഈസ് കമ്പോസ്ഡ് പ്രൈമർലി ഓഫ് ദി ഹോം കൺട്രി നാഷണൽസ്. ഓവർസീസ് ഓപ്പറേഷൻസ് ആർ കണ്ടക്റ്റഡ് ഫ്രം എ ഹോം കൺട്രി ബേസ്. ഹോം കൺട്രിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്?
ഓവർസീസ് ഓപ്പറേഷൻ ഒക്കെ നടത്തുന്നത്. അതായത് ഈ നമ്മുടെ ബിസിനസ് എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ആ രാജ്യത്തു നിന്നായിരിക്കും വിദേശ വ്യാപാരങ്ങളെ എല്ലാം എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേസ് ആർ ലൈക്ലി ടു ബി എ സ്ട്രോങ് റിലയൻസ് ഓൺ എക്സ്പോർട്ട് ഏജൻറ്റ്. ഇവിടെ കൂടുതലും നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആശ്രയിക്കുന്ന ആരെയാണ്, എക്സ്പോർട്ട് ഏജൻസിനെയാണ്. ത്രൂ എക്സ്പോർട്ട് ഏജൻറ്റ്സ് എ ബിസിനസ് ഫേം ഇൻ ദി ഹോം കൺട്രി exporting their products and services to the host country. So export ഏജൻറ്റുകളാണ്. In the ethnocentric approach, the more importance is given to the business in the domestic country or domestic business, and the less importance is given to the foreign business. ഓക്കെ, ഇതാണ് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷനിൽ പറയുന്നത്. എത്നോസെൻട്രിസം ഈസ് എ പ്രീഡോമിനൻ്റ്ലി എ ഹോം കൺട്രി ഓറിയൻറ്റേഷൻ. ഇതൊരു ഹോം കൺട്രി ഓറിയൻറ്റേഷൻ ആണ്. ദിസ് അപ്രോച്ച് എൻറ്റെയിൽസ് എ മിനിമം റിസ്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ഓവർസീസ് മാർക്കറ്റ്. വിദേശ കമ്പോളങ്ങൾക്ക് മിനിമം റിസ്ക്കും കമ്മിറ്റ്മെൻറ്റും മാത്രം നൽകുന്ന ഒരു അപ്രോച്ചാണ് ഇത്. നോ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ആസ് പെർ ദിസ് ഓറിയൻറ്റേഷൻ, no international investment is required. No international investment is required for investing in the overseas business. No additional selling cost incurred. No additional selling cost is incurred in ethnocentric orientation. The domestic companies view foreign market as an extension to domestic market. പ്രാദേശിക കമ്പനികൾ ഫോറിൻ മാർക്കറ്റുകളെ പ്രാദേശിക കമ്പോളത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ്, ഒരു വിപുലീകരണമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ട് കാണുന്നത്. എത്നോസെൻട്രിക് ഒരു മാനേജിങ് ഡയറക്ടർ, അതുപോലെ മാനേജർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും, പിന്നെ അവിടെ നിന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് ക്ലാസിഫൈ ചെയ്തു പോകുന്നത് ഈ രീതിയിലാണ് എന്ന് ഓർത്തു വെക്കുക. ദെൻ സെക്കൻഡ് വൺ, the second management orientation of overseas business is polycentric approach. As the company begin to recognize the importance of inherent difference in overseas market, a polycentric attitude emerges. ഒരു കമ്പനി വ്യത്യസ്തമായ വിദേശ രാജ്യങ്ങളിലെ കമ്പോളങ്ങളിലെ വ്യത്യാസങ്ങൾ, അവിടെയുള്ള ഡിഫറൻസസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ അതാണ് പോളിസെൻട്രിക് അപ്രോച്ച് അല്ലെങ്കിൽ പോളിസെൻട്രിക് ആറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഇൻ പോളിസെൻട്രിക് അപ്രോച്ച്, എവറി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ഡിഫറൻസസ്, ഇറ്റ്സ് ഓൺ യുണീക്നെസ്. ബൈ കൺസിഡറിങ് ദ ഡിഫറൻസസ്, ബൈ കൺസിഡറിങ് ദ യുണീക്നെസ്, എ മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ അപ്രോച്ച് ഈസ് ഫോംഡ്. ദാറ്റ് മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ is called polycentric approach. The prevalent philosophy at this stage is that local personnel and techniques are best suited to deal with the local market condition. ലോക്കൽ മാർക്കറ്റ് കണ്ടീഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ലോക്കൽ പേഴ്സണൽ ആണ്, ആ നാട്ടിലുള്ള ലോക്കൽ പേഴ്സണൽ ആണ്. അതുപോലെ ലോക്കൽ ടെക്നിക്സ് ആണ് ഏറ്റവും സൂട്ടായിട്ടുള്ളത്. ലോക്കൽ മാർക്കറ്റ് കണ്ടീഷൻസിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ലോക്കൽ പേഴ്സണൽ എന്ന് പറയുമ്പോൾ വ്യക്തികൾ എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ടെക്നിക്സ് ആണ് എന്നാണ് പറയുന്നത്. സബ്സിഡിയറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓവർസീസ് മാർക്കറ്റ്. ആസ് പെർ ദിസ് പോളിസെൻട്രിക് അപ്രോച്ച്, സബ്സിഡിയറീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓവർസീസ് മാർക്കറ്റ്. വിദേശ കമ്പോളങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ബിസിനസ്സിൻ്റെ സബ്സിഡിയറികൾ, ഉപകമ്പനികൾ, ഉപവിഭാഗങ്ങളെ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് സബ്സിഡിയറി ഓപ്പറേറ്റ്സ് ഇൻഡിപെൻഡൻ്റ്ലി. മാത്രമല്ല ആ ഓരോ ഉപവിഭാഗവും ഉപകമ്പനിയും എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ആൻഡ് എസ്റ്റാബ്ലിഷസ് ഇറ്റ്സ് ഓൺ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ്. മാത്രമല്ല ഓരോ സബ്സിഡിയറി സ്ഥാപനവും എന്ത് ചെയ്യുന്നു, ഉപകമ്പനികളും എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തം മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സും പ്ലാനുകളും ഒക്കെ തയ്യാറാക്കുന്നു. വിപണനത്തിന് വേണ്ടിയിട്ടുള്ള സ്വന്തം വ്യത്യസ്തമായിട്ടുള്ള പ്ലാനുകളും ഒബ്ജക്റ്റീവ്സുമൊക്കെ തയ്യാറാക്കുന്നു. ദ എൻവയോൺമെൻറ്റ് ഓഫ് ഈച്ച് മാർക്കറ്റ് ഈസ് കൺസിഡേർഡ് വൈൽ ഫോർമുലേറ്റിംഗ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ദ എൻവയോൺമെൻറ്റ് ഓഫ് ഈച്ച് മാർക്കറ്റ്, ഓരോ കമ്പോളത്തിൻ്റെയും പരിസ്ഥിതിയെ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻവയോൺമെൻറ്റിനെ കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം ഫോർമുലേറ്റ് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്.
The important merit of polycentrism is the adaptation of business strategies to the local condition. ലോക്കൽ കണ്ടീഷൻ അനുസരിച്ച്, പ്രാദേശിക സാഹചര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ബിസിനസ് സ്ട്രാറ്റജീസിൽ എന്ത് ചെയ്യുക, അഡാപ്റ്റേഷൻ വരുത്തുവാൻ എന്ത് ചെയ്യുന്നു, പോളിസെൻട്രിസം സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേന്മ. കമ്പനീസ് എസ്റ്റാബ്ലിഷ് ഫോറിൻ സബ്സിഡിയറി ആൻഡ് എംപവർ ഇറ്റ്സ് എക്സിക്യൂട്ടീവ്. കമ്പനീസ് എന്ത് ചെയ്യുന്നു, ഫോറിൻ സബ്സിഡിയറി ഉപ കമ്പനികളെ സെറ്റ് ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട അധികാരങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. പോളിസെൻട്രിസം ഈസ് എ മൾട്ടിനാഷണൽ ഓറിയൻറ്റേഷൻ. പോളിസെൻട്രിസം എന്നറിയപ്പെടുന്നത് മൾട്ടിനാഷണൽ ഓറിയൻറ്റേഷൻ ആണ്. അതുപോലെ പോളിസെൻട്രിസം ഈസ് മോർ ഓർ ലെസ് ദ ഓപ്പോസിറ്റ് ടു എത്നോസെൻട്രിക് ഓറിയൻറ്റേഷൻ. എത്നോസെൻട്രിക് അപ്രോച്ചിന് നേരെ വിപരീതമായിട്ടുള്ള ഒന്നാണ് ഇത്. മാർക്കറ്റിംഗ് ഈസ് നോർമലി കാറ്റഗറൈസ്ഡ് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജി. അഡാപ്റ്റ് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് അഡാപ്റ്റ് ചെയ്യുക, അതിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള രീതിയാണ്. അഡാപ്റ്റേഷൻ സ്ട്രാറ്റജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ലോക്കൽ ബിസിനസ്സിൽ ലോക്കൽ സ്ട്രാറ്റജിയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടുത്തെ അഡാപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് പറയുന്നത്. പോളിസെൻട്രിക് ഓറിയൻറ്റേഷൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാനേജർ, ഹോം കൺട്രിയിലെ മാനേജിംഗ് ഡയറക്ടർ, അവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു സബ്സിഡിയറി ക്രിയേറ്റ് ചെയ്യുന്നു. CEO അവിടെ ഒരു സബ്സിഡിയറിയെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നീട് അവിടെ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് വരും. അപ്പോൾ ഹോം കൺട്രിക്ക് താഴെയായിട്ട് അല്ലെങ്കിൽ ഹോം കൺട്രിയോട് ചേർന്നിട്ട് ഫോറിൻ കൺട്രിയിൽ എന്ത് ചെയ്യുന്നു, അവർ ഒരു CEO അല്ലേ, ഒരു സബ്സിഡിയറി കമ്പനി ഫിക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവിടെ ഒരു CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നു. ദെൻ തേർഡ് വൺ, റീജിയോസെൻട്രിക് അപ്രോച്ച്. റീജിയോസെൻട്രിക്, റീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലേ, വിവിധ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ. എ റീജിയോസെൻട്രിക് കമ്പനി വ്യൂസ് ഡിഫറെൻറ്റ് റീജിയൻസ് ആസ് ഡിഫറെൻറ്റ് മാർക്കറ്റ്. ഓരോ റീജിയനും ഓരോ പ്രദേശവും വ്യത്യസ്തമായ മാർക്കറ്റുകളായിട്ട് പരിഗണിക്കുന്നതാണ് റീജിയോസെൻട്രിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പർട്ടിക്കുലർ റീജിയൻ വിത്ത് certain important common marketing characteristics is regarded as single market, ignoring national boundary. നാഷണൽ ബൗണ്ടറീസിന് പ്രാധാന്യം കൊടുക്കാതെ, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള ബൗണ്ടറിക്ക് എന്ത് ചെയ്യുന്നില്ല, ഈ അപ്രോച്ച് പ്രകാരം പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിക്ക് ഇവരെന്ത് ചെയ്യുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തിക്ക് ഇവർ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇങ്ങനെ നാഷണൽ ബൗണ്ടറീസിന് പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഓറിയൻറ്റേഷനാണ് ഈ പറയുന്നത്. എ പർട്ടിക്കുലർ റീജിയൻ വിച്ച് certain important common marketing characteristics is regarded as single market. പൊതുവെ സമാനമായിട്ടുള്ള വിപണന പ്രത്യേകതകളുള്ള, കോമൺ മാർക്കറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള റീജിയനെ, പ്രദേശങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇഗ്നോറിങ് നാഷണൽ ബൗണ്ടറീസ്, നാഷണൽ ബൗണ്ടറിക്ക് അവിടെ പ്രാധാന്യമേ ഇല്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓഫ് റീജിയോസെൻട്രിക് അപ്രോച്ച്, for marketing some products, countries like India, Pakistan, Bangladesh have grouped together in marketing the product of Coca-Cola, Pepsi, Colgate, etc. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഈ രാജ്യങ്ങൾ, ഇത്തരത്തിലുള്ള ബിസിനസ് ഫേമുകൾ, കൊക്കക്കോള എടുക്കുക, ഫോർ എക്സാമ്പിൾ കൊക്കക്കോള കൺസിഡേഴ്സ് ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ആസ് ടുഗെദർ as a region for marketing the product, same product to all countries. സോ എന്ത് ചെയ്യുന്നു, കൊക്കക്കോള അവരുടെ പ്രൊഡക്റ്റുകളെ ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ഒരുപോലെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ഹാവ് സെയിം മാർക്കറ്റിംഗ് കണ്ടീഷൻസ്, സെയിം മാർക്കറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓൺ ദാറ്റ് ബേസിസ് ക്രിയേറ്റ് എ പർട്ടിക്കുലർ റീജിയൻ. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു റീജിയനായിട്ട് തരംതിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവിടേക്ക് പ്രത്യേകമായ മാർക്കറ്റിംഗ് രീതി ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പറയുന്നൊരു കാര്യമാണ്, ഓർഗനൈസേഷണൽ അപ്രോച്ച് ആൻഡ് പ്രൊഡക്റ്റ് പോളിസി ടെൻഡ് ടു ബി ഇംപ്ലിമെൻറ്റഡ് അറ്റ് റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഓൺ വൺ ഹാൻഡ് ആൻഡ് ബിറ്റ്വീൻ റീജിയണൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ സബ്സിഡിയറീസ് ഓൺ ദി അതർ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഓരോ ഇൻഡിവിജ്വൽ റീജിയണലായിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ഇവർക്ക് മൂന്ന് പേർക്കും എത്ര രാജ്യങ്ങളാണ് അവിടെ റീജിയണിൽ വരുന്നത്, അവർ തമ്മിലുള്ളൊരു
ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. സബ്സിഡിയറീസ് കൺസിഡേഴ്സ് റീജിയണൽ എൻവയോൺമെൻറ്റ് ഫോർ പോളിസി ഓർ സ്ട്രാറ്റജീസ് ഫോർമേഷൻ. സബ്സിഡിയറീസിനെ കൺസിഡർ ചെയ്യുന്നത് റീജിയണൽ എൻവയോൺമെൻ്റ് ആയിട്ടാണ്, ഒരു പ്രാദേശികമായ പരിസ്ഥിതിയായിട്ടാണ്. ഫോർ പോളിസി ഓർ സ്ട്രാറ്റജി ഫോർമേഷൻ, തന്ത്ര രൂപീകരണത്തിൽ സബ്സിഡിയറീസിനെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, റീജിയണൽ എൻവയോൺമെൻ്റ് ആയിട്ടാണ് എന്നുള്ളതാണ്. പ്രൊവൈഡിങ് ഇംപ്രൂവ്ഡ് കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ബിറ്റ്വീൻ ദി റീജിയൻസ് ഓർ ബിറ്റ്വീൻ ദ കൺട്രീസ് ഇൻ ദി റീജിയൻ. ഒരു റീജിയനിലുള്ള കൺട്രീസ്, രാജ്യങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷനും കൺട്രോളും ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു. ആൻഡ് മോർ എക്കണോമിക്കൽ ആൻഡ് മാനേജബിൾ. ഇൻ ദിസ് റീജിയോസെൻട്രിക് orientation, several countries are grouped on the basis of common marketing characteristics. In that way, it is more economical and manageable. Regiocentrism is a regional orientation. പ്രാദേശികമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനാണ് ഇത് ഈ പറയുന്നത്. റീജിയോ സെൻട്രിസത്തിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. മാനേജിംഗ് ഡയറക്ടർ ഹോം കൺട്രിയിൽ, അതുപോലെ CEO സബ്സിഡിയറിയിൽ, മാർക്കറ്റിംഗ് ഓരോ ഘട്ടങ്ങളിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് CEO സബ്സിഡിയറിയിൽ വരുന്നു, അതുപോലെ മറ്റുള്ള ഫങ്ഷൻസും വരുന്നു. പിന്നീട് വരുന്നതാണ് ജിയോസെൻട്രിക് എന്നുള്ളത്. Geocentric company views the entire world as a single market and develops standardized marketing mix. Geocentric companies views the entire world as a single market. മൊത്തം ലോകത്തെയും ഒരൊറ്റ മാർക്കറ്റായിട്ട് പരിഗണിച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കറ്റിംഗ് മിക്സാണ് എന്ത് ചെയ്യുന്നത്, രൂപപ്പെടുത്തുന്നത്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സുകളാണ് രൂപപ്പെടുത്തുന്നത്. ലൈക്ക് ദി ലക്ഷറി വെഹിക്കിൾസിൻ്റെ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ, മെഴ്സഡസ് ബെൻസ്, റോൾസ് റോയ്സ് പോലെയുള്ള എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അവരൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സിംഗിൾ മാർക്കറ്റ്, എൻ്റയർ വേൾഡ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ മാർക്കറ്റ് ആൻഡ് ഡെവലപ്പിംഗ് സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കറ്റിംഗ് മിക്സ്, പ്രൊജക്റ്റിംഗ് എ യൂണിഫോം ഇമേജ് ഓഫ് ദി കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ് ഫോർ ദി ഗ്ലോബൽ മാർക്കറ്റ്. The business of the geocentric multinational is usually characterized by sufficiently distinctive national market that the ethnocentric approach is unworkable. Ethnocentric approach unworkable ആയിട്ടുള്ള സാഹചര്യം, where the importance of learning curves effects in marketing, production, technology and management makes the polycentric philosophy substantially suboptimal. So in this case, geocentric approach, the entire world is considered as one market. Companies view the entire world as a single market. Geocentrism is a global orientation of the business. National environmental constraints may restrict multinational operations and make this approach unfeasible. National environmental constraints, ദേശീയമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു മൾട്ടിനാഷണൽ ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ ഈ അപ്രോച്ചിനെ അൺഫീസിബിളായി മാറ്റുന്നു എന്നുള്ളതാണ്, സാധ്യമല്ലാത്തതാക്കി മാറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ എന്നുള്ളത് ഇതാണ്. ഇൻ ജിയോസെൻട്രിക് ഓറിയൻറ്റേഷൻ, ഹോം കൺട്രി, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് സബ്സിഡിയറീസ് ഇൻ സെവറൽ കൺട്രീസ്. Subsidiary in UK, subsidiary in Germany, subsidiary in USA, subsidiary in England, subsidiary in Canada. In all the country have the subsidiaries and the entire world is considered as one market. What are the cost and benefits? Of this kind of orientation? Cost of these orientations are high communication and travel cost. High communication cost and travel cost is required. Well, this kind of orientation. Education cost at all the levels. Time spent in consensus decision making. Same sense decision making in vendi samayam chilavayikkunna cost aanu. International headquarters bureaucracy and too wide distribution of power. And the benefits are integrated global outlook. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഔട്ട്ലുക്ക് കിട്ടുന്നു. മോർ പവർഫുൾ ടോട്ടൽ കമ്പനി ത്രൂ ഔട്ട്, കമ്പനി ഒട്ടാകെ എന്ത് ചെയ്യുന്നു, മോർ പവർഫുള്ളായി മാറുന്നു.
ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നല്ല ഗുണമേന്മ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു. വേൾഡ് വൈഡ് യൂസ് ഓഫ് ബെസ്റ്റ് റിസോഴ്സസ്, ലോകത്താകമാനം എന്ത് ചെയ്യുക, റിസോഴ്സിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താം. ഇംപ്രൂവ്ഡ് ലോക്കൽ കൺട്രി മാനേജ്മെൻറ്റ്, ശരിയായ രീതിയിൽ എന്ത് ചെയ്യുക, ലോക്കൽ കൺട്രി മാനേജ്മെൻറ്റ് നടത്താം. ആൻഡ് ഗ്രേറ്റർ കമ്മിറ്റ്മെൻറ്റ് ടു ഗ്ലോബൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഹയർ ഗ്ലോബൽ പ്രോഫിറ്റ്സ്. So we can see the classification of 4 management orientations. First one ethnocentric, second one polycentric, third one regiocentric, and fourth one geocentric. On the basis of perception of market, in ethnocentric, domestic focus are happened. In polycentric, each national considered as a different one. In regiocentric, markets on the basis of common regional characteristics. In the global case, entire world as a single market. In the characteristics of market strategy, in ethnocentric orientation, extension of domestic strategy to foreign market. In polycentric, proper localization is happened. In regiocentric, trade-off between localization and standardization. In geocentric, global standardization. On the basis of merits, in ethnocentric, no cost and effort of localization, an easy route to internationalization. In polycentric, adaptation to the market characteristics which help better exploitation of the market potentials. In regiocentric, some of the advantages of both the localization and standardization strategies. In geocentric, economies of scale and lower cost, advantages of pace. Then we are discussing the demerits of different orientations. First one, in ethnocentric, limit the scope of exploitation of international market. International market exploit ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. In polycentric, high cost of adaptation and delay. Adaptation ആൻഡ് ഡിലേയുടെയും ഒരുപാട് കോസ്റ്റ് ചിലവ് വരും. കാരണം അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഓരോ രാജ്യത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ലോക്കലൈസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ചിലവ് കൂടും. ഇൻ റീജിയോസെൻട്രിക്, നെഗ്ലക്റ്റ് ഓഫ് ഇൻട്രാ റീജിയണൽ ഡിഫറൻസ് ഇൻ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഇൻട്രാ റീജിയനുകൾക്കകത്തുള്ള ഡിഫറൻസുകൾ എന്താണ്, ബിസിനസ് എൻവയോൺമെൻറ്റിലെ ഡിഫറൻസുകളെ നെഗ്ലക്റ്റ് ചെയ്യുന്നു, അതിനെ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജിയോസെൻട്രിക്കിൽ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ വിൽ നോട്ട് ബി സക്സസ്ഫുൾ ഇൻ മെനി കേസസ്. പല സാഹചര്യങ്ങളിലും ഗ്ലോബൽ സ്റ്റാൻഡർഡൈസേഷൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി മാനേജ്മെൻറ്റ് ഓറിയൻറ്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ് ഓർ ഇൻ്റർനാഷണൽ ബിസിനസ്. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.